ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷിത വീട്ടിലേക്ക് വന്നിട്ട് ചിപ്പിനെ സമാധാനപ്പെടുത്തുന്ന ഭാഗത്തോടെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടത്. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഡാഡിക്ക് പെട്ടെന്ന് തന്നെ ഒരു ആവശ്യം വേണ്ടി വന്നു, ഡൽഹിക്ക് പോവേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്താൻ. അപ്പൊ ചിപ്പി പറയണ്ടില്ല, വേറെ എന്തോ പ്രശ്നമാണെന്ന് പറയാണ്. അതേസമയം ആദ്യ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആകാശ് പറയുന്നുണ്ട്, നിന്റെ ഡാഡി ഇന്ന് രാത്രി തന്നെ മരിക്കോടാ, നാളത്തെ രാവിലെ സുപ്രഭാതം കാണാം, നിന്റെ ഡാഡി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദീനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ആകാശ് കേട്ടോ. ആ സമയം രചനയെടുത്ത് ആകാശ് ആദ്യം ചോദിക്കുന്നുണ്ട്, സത്യമാണോ ഡാഡിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞത്, സത്യമാണോ ചോദിക്കുമ്പോൾ അതേ മോന്റെ ഡാഡിക്ക് ഒരു അപകടം പറ്റിയിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും ആദ്യം പൊട്ടിക്കരയാണ്. എനിക്ക് ഇപ്പൊ തന്നെ ഡാഡിനെ പോയി കാണണം എന്ന് പറയുമ്പോ, മോനെ ഇതിപ്പോ രാത്രി ആയില്ലേ, പിന്നെ മഹേഷ് ICUലാണ്, അവിടെ ആരെയും കയറ്റി കാണിക്കില്ല, മഹേഷിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഒരു ഓപ്പറേഷനും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്, അപ്പൊ അതൊന്നും കഴിയാണ്ട് ഇനി ആരെയും കാണിക്കില്ല, മോൻ നാളെ രാവിലെ മമ്മി കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഭയങ്കര വിഷമത്തിലേക്ക് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. രാവിലെ തന്നെ ആദ്യം ചിപ്പിയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ചിപ്പി, ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാവോ എന്ന് ചോദിക്കുകയാണ്. എവിടെയാ ആദ്യമായിട്ടാ എന്ന് ചോദിക്കുമ്പോ, നമുക്കൊന്ന് അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അമ്പലത്തിലേക്കോ? അതെ, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം, നീയും കൂടെ വരണം എന്ന് പറയാണ്. അങ്ങനെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ആദ്യം അമ്പലത്തിൽ പോകുകയാണ്. അമ്പലത്തിൽ പോകുന്ന ആ സമയം തന്നെയാട്ടോ മഹേഷിന് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. ഡോക്ടർ ഇഷിത മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ഡോക്ടർ ഇഷിത എത്രയും പെട്ടെന്ന് ICUലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഇഷിത ആകെ കയ്യും കാലൊക്കെ വരച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ആ സമയം തന്നെ ആദ്യം ചിപ്പിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. തിരുമേനിയെടുത്ത് പറയണ്ടേ, എന്റെ ഡാഡി ഹോസ്പിറ്റലിലാണ്, ഡാഡിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എനിക്ക് ചെയ്യണം, എനിക്ക് അതിന്റെ പ്രദക്ഷിണം എടുക്കണം, പിന്നെ പ്രാർത്ഥിക്കണം, വിളക്ക് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ചെയ്തോളാം തിരുമേനി പറയാണ്. അങ്ങനെ ആദ്യം അവിടെ അച്ഛനെ വേണ്ടി ഡാഡിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിപ്പി മനസ്സുരുക്കി പ്രാർത്ഥിക്കാൻ, രണ്ടുപേരും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇഷിത ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മഹേഷ് മരണത്തോട് ഇങ്ങനെ മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മഹേഷ് നിഷിത വിളിക്കുന്നുണ്ടെങ്കിലും മഹേഷ് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുമ്പോഴേക്കും ഇഷിതൊക്കെ ആകെ കയ്യും കാലൊക്കെ വിറക്കുവാട്ടോ. മഹേഷ്, നീ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, സത്യമായിട്ട് ഞാനും പോകും, നമ്മുടെ മോൾ ഒറ്റക്കായി പോകും, മോൻ ഒറ്റക്കായി പോകും, അവർക്ക് ആരും ഉണ്ടാവില്ല, അവർക്ക് കൂട്ടായിട്ട് മഹേഷ്, നമുക്ക് അവരുടെ കൂടെ ജീവിക്കണ്ടേ മഹേഷ്, നമ്മുടെ സ്വപ്നം കണ്ട പോലത്തെ ജീവിതം നമുക്ക് വേണ്ടേ മഹേഷ് എന്നൊക്കെ പറഞ്ഞ് മഹേഷിന്റെ കൈയിൽ പിടിച്ചിട്ട്, എന്നെ വിട്ട് പോവല്ലേ, മഹേഷിന് പോവാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ മഹേഷ് ഇല്ലെങ്കിൽ ഇഷിത ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവര് എന്നൊക്കെ. പെട്ടെന്ന് മഹേഷിനെ ഒന്ന് നോർമൽ ആകാണ്ടല്ല. അപ്പൊ ഡോക്ടർ പോലും അത്ഭുതം തോന്നുവാണ്. ഈശ്വര, ഇത്ര പെട്ടെന്ന് തന്നെ നോർമൽ ആയാലും ദൈവത്തിന്റെ ഭാഗ്യമാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മഹേഷ് അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മരണത്തെയാണ് നിങ്ങൾ മരണത്തെയാണ് നിങ്ങൾ അകറ്റി മഹേഷിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട്. അതേസമയം ആദ്യം അമ്പലത്തിൽ പൂജകളെല്ലാം തീർക്കാട്ടോ. മഹേഷിന്റെ ജീവൻ തിരിച്ചു കിട്ടാണ്. അങ്ങനെ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാണ്. ഇഷിത മഹേഷിനോട് കൈയൊക്കെ പിടിച്ച് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇഷിത നോക്കി മഹേഷ് ചിരിക്കുന്നുണ്ട്. അവര് പഴയ പോലെ തന്നെ ആ ഒരു പ്രണയത്തിന്റെ മൊമെന്റ്സിലേക്ക് കടക്കാണ്. ഇഷിത ഈ കാര്യം സ്വപ്നവലിനെ വിളിച്ചു പറയണ്ട, അമ്മേ ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ടോ. മഹേഷ് കണ്ണു തുറന്നു, എൻ്റെ അടുത്ത് സംസാരിച്ചു, ചിരിച്ചു, ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയുമ്പോ സ്വപ്നവല്ലിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ. അപ്പൊ രാമനാഥൻ പറയണ്ട്, മോളെന്നാ മഹേഷിന്റെ കൂടെ ഇരുന്നോ, ഞാൻ വീട്ടിൽ പോയിട്ട് രാമനാഥൻ പോകാണ് വീട്ടിലേക്ക്. ശേഷം സ്വപ്നവലിയുടെ അടുത്ത് പറയണ്ട, നീ ഇഷിതനെ എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളതല്ലേ, അവളുടെ പ്രാർത്ഥനയും അവളുടെ വിളി ഒന്നുകൊണ്ട് മാത്രമാണ് മഹേഷ് തിരിച്ചത്. ഡോക്ടർമാർക്ക് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിട്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ, നീ കാണേണ്ടത് തന്നെയാണ്. ഇനിയെങ്കിലും ഇഷിതനെ മനസ്സിലാക്കി നോക്ക് സ്വപ്നം, നിന്റെ ഈ ദുഷ്ട മനസ്സൊന്ന് മാറ്റി വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ 2-3 വർത്താനം സ്വപ്നവലിയെടുത്ത് പറയുന്നുണ്ട്. അതേസമയം പോലീസ് ആണെങ്കിൽ ഒരു അപകടമാണല്ലോ നടന്നിരിക്കുന്നത്, അപ്പൊ പോലീസ് അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. അതാര് കേസ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ കേസ് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കാൻ വേണ്ടി വരും. അങ്ങനെ മഹേഷിനടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോലീസ് അവിടേക്ക് വരുവാണ്. ആ സമയത്ത് തന്നെയാണ് രജനിയും മഹേഷിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നത്. പോലീസ് ചോദിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കണം. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, ഇഷിതയുടെ വണ്ടിയാണ് ഞാൻ എടുത്ത് ഓടിച്ചത്, അയാളുടെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്, പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അവിടെ അടുത്തിരുന്നിട്ട് രചനയുടെ നെഞ്ചിങ്ങനെ പിടയ്ക്കുവാട്ടോ. ഈശ്വര, പോലീസിന്റെ അടുത്ത് ഓരോന്നൊക്കെ മഹേഷിന് ഇങ്ങനെ സംശയമുള്ള രീതിയിൽ പറയാണ്, ബ്രേക്ക് എന്തോ പെട്ടെന്ന് പോയി, അങ്ങനെ പെട്ടെന്നൊരു പോക്കായിരുന്നു, ബ്രേക്ക് ഇങ്ങനെ പതുക്കെ പോയതല്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണ് പോലീസിന്റെ അടുത്ത്.
അപ്പൊ പോലീസിനും ഒരു സംശയം തോന്നുവാണ്. ബ്രേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോയി, ഒരു കുഴപ്പമില്ലാത്ത വണ്ടി, സർവീസ് ചെയ്യുന്ന വണ്ടി ബ്രേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന രീതിയിൽ പോലീസ് ചോദിക്കുന്നുണ്ട്. അല്ല മഹേഷിന് ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കാണ്. മഹേഷ് അപ്പൊ തന്നെ രചനയുടെ മുഖത്തേക്ക് നോക്കാണ്. ശത്രുക്കൾ ഒരുപാടുണ്ട്, ഒരുപാടുണ്ടെന്ന് പോലീസുകാരുടെ മഹേഷ് പറയുന്നുണ്ട്. ശരി, ഞങ്ങളുടെ വക ഒരു അന്വേഷണം നടത്തി നോക്കട്ടെ, നിങ്ങളൊരു പേപ്പറിൽ ഒപ്പിട്ട് തരണം, ഒരു പരാതി പോലെയാണ്, ഞങ്ങൾക്ക് ഈ കേസ് ഒന്ന് അന്വേഷിക്കണം, കാരണം ഇതിലെന്തോ ഒരു തിരിമറി നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. രചനയുടെ ആകെ ഒരു രചന ആകെപ്പാടെ പെട്ടുപോകാട്ടോ. ആ സീൻ ശരിക്കും പ്രൊമോയില് കാണിക്കുന്നുണ്ട്. രചന ശരിക്കും നിന്ന് വേർക്കാണ് പോലീസുകാരുടെ ഫ്രണ്ടിൽ നിന്നിട്ട്. അങ്ങനെ ഇഷിത അതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. രചന പോലീസുകാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ രചന ആകെപ്പാടെ ഞെട്ടി ആകെ വേർത്ത് കുളിച്ച് എന്തൊക്കെയൊക്കെയോ പോലെ രചന കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ ഇഷിത ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ശരി, ഞങ്ങളെന്ന കേസ് അന്വേഷിക്കാൻ പോവാന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. രചനക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ സുമിതേനെ വിളിക്കുകയാണ്. സുമി ഇവിടെ പോലീസുകാരി മഹേഷിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മഹേഷ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോലീസുകാർക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പോലീസിന് കേസ് എങ്ങാനും അന്വേഷിക്കോടി എന്ന് ചോദിക്കുമ്പോഴേക്കും സുമിത പറയുന്നുണ്ട്, അങ്ങനെ കേസ് അന്വേഷിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു അപകടമാണല്ലോ. പിന്നെ മഹേഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെ കേസൊക്കെ അന്വേഷിക്കും. നീ ഈ കാര്യം ആകാശിനോട് ഡിസ്കസ് ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ആകാശ് എന്തായാലും നിന്റെ കൂടെ നിക്കത്തുമില്ല. അതുകൊണ്ട് പോലീസ് എന്തായാലും അന്വേഷിക്കട്ടെ, നമുക്ക് എവിടെ ചെന്ന് എത്തോന്ന് നോക്കാം, നീ ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞ് സുമിത സമാധാനിപ്പിക്കുന്നുണ്ട്. രചനക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാട്ടോ. അപ്പൊ ഇഷിത ചോദിക്കുന്നുണ്ട്, പോലീസുകാർ വന്നിട്ട് മഹേഷിന്റെ അടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്ത് രചന ആകെ വല്ലാത്തൊരു അവസ്ഥയിലെന്ന്, രചന ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു രചന എന്ന് പറയാണ്. അതെന്താ, അതെനിക്കറിയില്ല, എന്തൊക്കെയോ പോലെ തോന്നി, അവര് പോയപ്പോ തന്നെ അവളും തിരിച്ചു പോയല്ലോ വെപ്രാളപ്പെട്ടിട്ട്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ എന്ന് മഹേഷ് പറയാണ്. എന്തായാലും പോലീസുകാർ കറക്റ്റ് ആയിട്ട് അന്വേഷിക്കുകയും ചെയ്യും, ഇതിനെ പിന്നിൽ രചനയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഇഷിത മനസ്സിലാക്കോട്ടോ. പിന്നെ ഇഷിത എന്താ ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം ആദിക്ക് വിഷമവും, ആദിക്ക് അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ആദി വിഷമിച്ച എല്ലാവർക്കും വിഷമവും ഇല്ലേ. അതുകൊണ്ട് ഈ കേസ് അങ്ങോട്ട് പിൻവലിക്കാന്ന് ഇഷിതയും മഹേഷും തീരുമാനിക്കും. അതോടുകൂടി രചന ജയിലിൽ കിടക്കത്തുമില്ല. എന്തായാലും രചന ആണ് കുറ്റക്കാരി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ച കാണാൻ പോണത്. നമ്മൾ വിചാരിച്ച പോലെ മഹേഷിന്റെ ബോധവും പോകുന്നില്ല, കോമ സ്റ്റേജിലാവുന്നില്ല, ഒന്നും ആവുന്നില്ല. മഹേഷ് പഴയതിനും നല്ല രീതിയിൽ തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വരുന്നത്. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും മഹേഷിന് സന്തോഷമാവാട്ടോ. ഇഷിതയുടെ അടുത്ത് ആദി വരുന്ന ഭാഗവും കാണിക്കുന്നുണ്ട്. അത് മാത്രല്ല രചനയുടെ വീട്ടിലേക്ക് സ്വപ്നവല്ലി പോകുന്നുണ്ട്. അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ആകാശിന്റെ വീട്ടിലേക്ക് സ്വപ്നവല്ലി പോകുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. രചന വാതിൽ തുറക്കുമ്പോൾ സ്വപ്നവല്ലി രചന എടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞ് ചോദിക്കാൻ വേണ്ടി പോയതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാലും പ്രൊമോയിൽ ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും രചനനെ പിടികൂടും എന്ന് തന്നെയാണ് പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.